മക്കൾസ് വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ JK. മക്കളെ, നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മളെ മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, വൈദ്യുതിയുടെ കാന്തിക ഫലം എന്നത്. പല കുട്ടികൾക്കും ഈ ഒരു ചാപ്റ്റർ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ക്ലിയർ ആയിട്ട് പഠിക്കാൻ പറ്റുന്നില്ല. പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയം മറന്നു പോകുന്നു. അങ്ങനത്തെ കൂട്ടുകാർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് പഠിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് പഠിക്കുന്നത്? ഓരോ ചോദ്യങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഫുൾ ചാപ്റ്റർ സിമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പഠിക്കുന്നു. അല്ലെങ്കിൽ പഠിക്കാനുള്ള ടെക്നിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവാണ്. അപ്പം മാക്സിമം എല്ലാവരും കൂടെ ശ്രദ്ധിച്ചോളൂ. ഞാൻ പറയുന്ന വാക്കുകളിലേക്കും സ്ക്രീനിലേക്കും മാത്രമായിരിക്കട്ടെ ശ്രദ്ധ. ഞാൻ നിങ്ങളെല്ലാവരും ആവാഹിച്ചെടുക്കുകയാണ്. ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത, ഇതിനകത്ത് പ്രോബ്ലങ്ങളില്ല, പക്ഷെ ഇതിനകത്ത് ഓരോ ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ഒരു പ്രോബ്ലമായി മാറും. അതുകൊണ്ട് തന്നെ മാക്സിമം കൂടെ ശ്രദ്ധിച്ചോളൂ. ഇതുവരെ പഠിക്കാത്ത കൂട്ടുകാർക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റും, ഈ ചാപ്റ്റർ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. ഇനി പഠിച്ച കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊരു റിവിഷനാക്കി മാറ്റാനും പറ്റും. ഇനി രണ്ടുപേരും എന്ത് ചെയ്യുക, പഠിക്കാത്ത ബാക്കിയുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്ത് മാക്സിമം ഷെയർ ചെയ്യുക. അവരൊക്കെ പഠിക്കട്ടെ. വരാനിരിക്കുന്ന ക്രിസ്മസ് എക്സാമിൽ ഫുൾ മാർക്ക്, ഈ ചാപ്റ്ററിന് ഫുൾ മാർക്ക് സെറ്റാണ്. അതിൻ്റെ എല്ലാ ചോദ്യങ്ങളും നമ്മൾ സെറ്റാണ്. അപ്പോൾ ഒന്നുകൂടി എന്ത് ചെയ്യാൻ ശ്രദ്ധിച്ചോളൂ. ഓരോ ചോദ്യങ്ങളിലൂടെ ഫുൾ ചാപ്റ്റർ നമ്മൾ സിമ്പിൾ എക്സ്പ്ലനേഷൻ കൂടി സിമ്പിളായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നു. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കുന്നു. സമയം ബാക്കിയില്ല, അല്ലെങ്കിൽ സമയം കളയുന്നില്ല. മാക്സിമം ഓരോ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കാണ്. ശ്രദ്ധിച്ചോളൂ, ഇങ്ങോട്ട് തന്നെ ശ്രദ്ധിച്ചോളൂ. ആദ്യത്തെ ചോദ്യം, നമുക്ക് എപ്പോഴും ഇങ്ങനത്തെ ഒരു ചിത്രത്തിനെ ബേസ് ചെയ്ത് കുറേ ചോദ്യങ്ങൾ വരാം. അപ്പോൾ ഈ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ ഇതിനകത്ത് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയണം. ഇവിടെ ഒരു ബെൽ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ബെൽ സ്വിച്ച് എന്നൊക്കെ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല, ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സെല്ല് കണക്ട് ചെയ്യുക, അത് 9 വോൾട്ട് അല്ലെങ്കിൽ 12 വോൾട്ട് തരും. അതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട. ഇനി താഴെ ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്തു, ഒരു കാന്തസൂചി തന്നിട്ടുണ്ട്. അതായത് ഒരു കാന്തസൂചി മാഗ്നറ്റിക് നീഡിൽ സ്വന്തമായിട്ട് ഡിഫ്ലക്ട് ചെയ്യുക, ഫ്രീ ആയിട്ട് വിഭ്രംശിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒരു കാന്തസൂചി സെറ്റ് ചെയ്തിട്ടുണ്ട്. ചിത്രത്തിൽ നിങ്ങൾ ആകെ മനസ്സിലാക്കേണ്ടതുള്ള എന്താണ്, ഈ കാന്തസൂചിയുടെ മുകൾ ഭാഗത്താണ് AB എന്ന കണ്ടക്ടർ വെച്ചിട്ടുള്ളത്. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ചിത്രത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ കാന്തസൂചിയുടെ മുകൾ ഭാഗത്താണ് AB എന്ന കണ്ടക്ടർ വെച്ചിട്ടുള്ളത്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ, മക്കളെ ശ്രദ്ധിച്ചോളൂ, ശ്രദ്ധിക്കേണ്ടതാണ്. സ്വിച്ച് വടങ്ങൾ ഓണാക്കി എന്ന് വിചാരിക്കുക. സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുക, കറണ്ട് എപ്പോഴും പ്ലസിൽ നിന്ന് മൈനസിലേക്ക്, പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവിലേക്ക്. അപ്പോൾ കറണ്ട് പാസ് ചെയ്യുന്നത് എയിൽ നിന്ന് ബിയിലേക്കാണ്. അതൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ കറണ്ട് പാസ് ചെയ്യുന്ന ഡയറക്ഷൻ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തും അറിയാം, A to B. ആ ചോദ്യം ഒന്നും ഞാൻ അവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ കറണ്ട് പാസ് ചെയ്യുന്ന എയിൽ നിന്ന് ബിയിലേക്കാണ്. അങ്ങനെയെങ്കിൽ താഴെയുള്ള മാഗ്നറ്റിക് നീഡിൽ ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ ഡിഫ്ലക്റ്റ് ചെയ്യുക, വിഭ്രംശിക്കുക എന്ന് കണ്ടെത്താൻ പറയും. ഒരു കൺഫ്യൂഷനും വേണ്ട. ഇത് കണ്ടെത്തുന്നത് ശരിക്കും ഒരു ആംപിയർ സ്വിമ്മിംഗ് റൂളാണ്. ആംപിയർ സ്വിമ്മിംഗ് റൂളാണ്, ഒന്നുമില്ല. ഈ കറണ്ട് സഞ്ചരിക്കുന്ന ദിശയിൽ ഒരു കുട്ടി ഇങ്ങനെ നീന്തുന്നു വിചാരിക്കുക. ഒരു കുട്ടി ഇങ്ങനെ നീന്തി പോവാണ്. അങ്ങനെ നീന്തുന്ന സമയത്ത് ഈ കുട്ടിയുടെ ലെഫ്റ്റ് ഹാൻഡ് ഇവിടെയാണ്, റൈറ്റ് ഹാൻഡ് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇടത് കൈ ഏതു ഭാഗത്തേക്കാണോ കറണ്ട് പാസ് ചെയ്യുന്ന ദിശയിൽ എന്ത് ചെയ്യുന്നു, കുട്ടി നീന്തുന്നു. അങ്ങനെ നീന്തുന്ന സമയത്ത് ഈ കുട്ടിയുടെ ഇടത് കൈ ഏത് ഭാഗത്തേക്കാണോ ആ ഭാഗത്തേക്കാണ് നോർത്ത് പോൾ ഡിഫ്ലക്റ്റ് ചെയ്യുക. ഇത്ര ഉള്ളു നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയാവും എല്ലാവരും പഠിച്ചിട്ടും ഉണ്ടായിരിക്കുക. പക്ഷെ ഇതിനേക്കാൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐഡിയ ഞാൻ പറഞ്ഞാൽ, ഇതൊരു ബ്ലണ്ടർ ട്രിക്കാണെന്ന് മനസ്സിലാക്കി വെക്കുക. കറണ്ട് പാസ് ചെയ്യുന്ന ദിശ ദാ ഇങ്ങനെയാണ്. ഞാൻ ഒന്ന് വരച്ചു, ശ്രദ്ധിച്ചോളൂ കേട്ടോ. കറണ്ട് പാസ് ചെയ്യുന്ന ദിശ എങ്ങനെയാണ്, ദാ ഇങ്ങനെയാണ് ഞാൻ വരയ്ക്കുന്നത്. എയിൽ നിന്ന് ബിയിലേക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് ഞാൻ വരയ്ക്കുന്നത്. ഇങ്ങനെ വരയ്ക്കുമ്പോൾ തന്നെ ഇത് ഏതായി, ആൻറ്റി ക്ലോക്കായി. സിമ്പിൾ അല്ലേ? ദാ ഞാൻ വരയ്ക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഇതെന്തായി, ആൻറ്റി ക്ലോക്കായി. അങ്ങനെയെങ്കിൽ താഴത്തെ മാഗ്നറ്റിക് നീഡിലും ആൻറ്റി ക്ലോക്ക്. ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. നമുക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്ക് കണ്ടെത്തിയതാണ്. ഇത് വേറെ ആർക്കും നിങ്ങൾ പറഞ്ഞു കൊടുക്കരുത്. ഓർത്തേക്ക് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓർത്തിച്ചു. എന്താണ്, കറണ്ട് പാസ് ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് ആണെങ്കിൽ താഴത്തെ മാഗ്നറ്റിക് നീഡിലും ആൻറ്റി ക്ലോക്ക്. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഒരു ബ്ലണ്ടർ ട്രിക്കാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞ വിഷയങ്ങൾ മനസ്സിലാക്കി വയ്ക്കാം. നമ്മൾ ശരിക്കും ആംബിയർ സ്വിമ്മിംഗ് റൂളോ അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ചൊക്കെ കണ്ടെത്താം. അപ്പോൾ ഇവിടെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നമ്മൾ ചോദിച്ചതാണ്. അപ്പോൾ ഇവിടെ ആൻസർ ഏതായിരിക്കും, ആൻറ്റി ക്ലോക്ക് വൈസ്. ഞാൻ ഈ ഒരു ചിത്രത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ചോദ്യം കൊടുത്തത്. ശ്രദ്ധിക്കണം പാനെ. എന്താണ്, ഈ ചിത്രത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഞാനിവിടെ ചോദ്യം കൊടുത്തത്. കറണ്ട് എയിൽ നിന്ന് ബിയിലേക്ക്. അപ്പോൾ കാന്തസൂചിയുടെ നോർത്ത് പോൾ വിഭ്രംശിച്ചത് ആൻറ്റി ക്ലോക്ക് വൈസ്. ആൻറ്റി ക്ലോക്ക് വൈസ് സിമ്പിളാണ്. അങ്ങനെയെങ്കിൽ ഈ ചോദ്യത്തിൻ്റെ, ഈ ചിത്രത്തിൻ്റെ ആൻസർ നിങ്ങൾ കണ്ടെത്തുക. ഇപ്പം തന്നെ കണ്ടെത്തിക്കോളേ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പം ചില ബിരുദന്മാർ, ചില ആളുകൾ എന്ത് ചെയ്യുന്നു, ചില കുട്ടികൾ എന്ത് ചെയ്യും, സാറേ ഇതിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ ഇത്, അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇത് ക്ലോക്ക് വൈസ് അല്ലേ, അത്രേ ഉള്ളൂ.
ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചാൽ ആൻസർ കിട്ടി. ഇനി അതല്ലെങ്കിൽ ഇവിടെ നോക്കിക്കോ, കറണ്ട് പാസ് ചെയ്യുന്നത് ഇവിടെ പ്ലസിൽ നിന്ന് മൈനസിലേക്ക്, ഇതാണ് പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്. അതാണ് നിങ്ങൾ ചിത്രത്തിൽ ശ്രദ്ധിക്കണം. അപ്പൊ ഇങ്ങനത്തെ ഒരു ചിത്രം കിട്ടിക്കഴിഞ്ഞാൽ സൂക്ഷിച്ചിട്ട് നോക്കിക്കൊണ്ട് എന്താണ്, കറണ്ട് പാസ് ചെയ്യുന്ന പ്ലസിൽ നിന്ന് മൈനസിലേക്ക്. അപ്പൊ ഇവിടെ സ്വിച്ച് ഓൺ ആക്കുന്നു, കറണ്ട് ബിയിൽ നിന്ന് എയിലേക്കാണ്. ഇവിടെ കറണ്ട് പാസ് എയിൽ നിന്ന് ബിയിലേക്കാണ്. ഇവിടെ കറണ്ട് പാസ് ചെയ്ത് ബിയിൽ നിന്ന് എയിലേക്കാണ്. അങ്ങനെയെങ്കിൽ കറണ്ട് പാസ് ചെയ്യുന്ന ദിശയിൽ ഒരു കുട്ടി നീന്തുന്നു വിചാരിക്കുക. അപ്പോൾ ആ കുട്ടിയുടെ ലെഫ്റ്റ് ഹാൻഡ് ഈ സൈഡിലേക്കായിരിക്കും, റൈറ്റ് ഹാൻഡ് ഇവിടെയാണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡുള്ള ഭാഗത്തേക്കാണ് എന്ത് ചെയ്യുക, നോർത്ത് പോൾ ഡിഫ്ലക്റ്റ് ചെയ്യുക, അതായത് ക്ലോക്ക് വൈസ്. ഇനി ബ്ലണ്ടർ ട്രിക്ക്, സിമ്പിൾ ട്രിക്ക്, കറണ്ട് പാസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ക്ലോക്ക് വൈസ്. കറണ്ട് പാസ് ഇപ്പം ഞാൻ വരയ്ക്കുന്നത് എങ്ങനെ, ക്ലോക്ക് വൈസ് ആണ്. കറണ്ട് പാസ് ചെയ്യുന്നപ്പോൾ എങ്ങനെ, ക്ലോക്ക് വൈസ്. അപ്പോൾ താഴത്തെ മാഗ്നറ്റിക് നീഡിലും ക്ലോക്ക് വൈസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ക്ലോക്ക് വൈസ്. ഇത്രേ ഉള്ളൂ. അപ്പൊ ആദ്യത്തെ പരീക്ഷണം അല്ലെങ്കിൽ ആദ്യത്തെ ആക്ടിവിറ്റി, ഈ ആക്ടിവിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് തന്നത്. ഇത് നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ആർക്കൊരു കുഴപ്പം ബുദ്ധിമുട്ടും മനപ്രയാസമില്ല. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക്, സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇവിടെ നമുക്കൊരു കാർഡ്ബോർഡിന്റെ ഷീറ്റോ എന്തെങ്കിലുമൊക്കെ തരാം. എന്നിട്ട് ഇവിടെ കുറച്ച് ഇരുമ്പിന്റെ പൊടികൾ, അയൺ ഫില്ലിംഗ് ഒക്കെ ഇടാം. എന്നിട്ട് ഇതിന്റെ സെന്ററിൽ ഒരു ഹോൾ ഉണ്ടാക്കി ഒരു AB എന്നൊരു കണ്ടക്ടർ ഇങ്ങനെ വെച്ചു. എന്നിട്ട് സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞ് ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഇവിടുത്തെ ഇരുമ്പ് പൊടികളുടെ ഡയറക്ഷൻ എങ്ങനെയെന്നൊക്കെ ചോദിക്കും. ഒന്നുമില്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്ര ഉള്ളൂ. എന്താണ്, കറണ്ട് എയിൽ നിന്ന് ബിയിലേക്കായിരിക്കുമ്പോൾ ഓരോ കാന്തസൂചിയുടെ നോർത്ത് പോൾ വിഭ്രംശിക്കുന്നത് ഏത് ദിശയിലാണ്. അപ്പോൾ ഇവിടെ ക്ലോക്ക് വൈസും ആന്റി ക്ലോക്കും കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. സ്വിച്ച് ഓൺ ആക്കുന്നു, കറണ്ട് പാസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. കറണ്ട് പാസ് ചെയ്യുന്നത് ക്ലോക്ക് അല്ലെങ്കിൽ കറണ്ട് പാസ് ചെയ്യുന്നതാണ് പോസിറ്റീവ് നെഗറ്റീവിലേക്ക്. അപ്പോൾ താഴെ നിന്നും മുകളിലേക്കാണ് കറണ്ട് പാസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ബ്ലണ്ടറായിട്ട് ടിക്ക് ഓർത്തേക്കുക, വെറുതെ ഒന്ന് ഓർത്തേക്കുക. എന്താ, ഞാൻ ഇവിടെ എഴുതിയേക്കാം, കറണ്ട് പാസ് ചെയ്യുന്ന അപ്പ്, അതുകൊണ്ട് ആൻറ്റി എന്ന് ഓർത്തേക്കുക. കറണ്ട് പാസ് ചെയ്യുന്ന മുകളിലേക്കാണെങ്കിൽ ആൻറ്റി എന്ന് ഓർത്തേക്കുക. കറണ്ട് പാസ് ചെയ്യുന്ന എങ്ങനെ, അപ്പ് ആൻറ്റി. ആൻറ്റി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും, ആൻറ്റി ക്ലോക്ക് വൈസ്. ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആണല്ലോ, മനസ്സിലായല്ലോ. ഇതൊക്കെ നമ്മൾ എന്താ ചെയ്യുക, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ച് കണ്ടെത്താം, അത്രേ ഉള്ളൂ. ഇനി അതിലേക്കൊന്നും നിൽക്കണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഓർത്തിക്കുക, കറണ്ട് പാസ് ചെയ്യുന്ന മുകളിലേക്കാണെങ്കിൽ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ആൻറ്റി ക്ലോക്ക്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ത് കിട്ടി, ആൻറ്റി ക്ലോക്ക് വൈസ്. അങ്ങനെയെങ്കിൽ ഈ ചിത്രത്തിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ ആൻസർ കണ്ടെത്തണം. ഈ ചിത്രത്തിനെ ബേസ് ചെയ്ത് ആൻസർ കണ്ടെത്താൻ ഞാൻ ഇവിടെ നോക്കുക, ഇവിടെ പ്ലസ് ആണ് കൊടുത്തത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, ഞാൻ മൈനസ് കൊടുക്കുന്നു, ഇവിടെ എന്ത് ചെയ്യുന്നു, പ്ലസ് കൊടുക്കുന്നു. അതായത് ഇവിടെ ചെറിയ ലീഡും ഇവിടെ വലിയ ലീഡും കൊടുത്തു. ഇനി ഇതിൻ്റെ ആൻസർ നിങ്ങൾ പറയണം. ഇതിൻ്റെ ആൻസർ നിങ്ങൾ തന്നെ പറയണം. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ, സാറേ ഇവിടെ കറണ്ട് പാസ് ചെയ്ത് മുകളിലേക്കല്ലേ, അങ്ങനെയെങ്കിൽ ഇവിടെയല്ലേ പ്ലസ് വരുന്നത്, അതുകൊണ്ട് സാറേ കറണ്ട് ഇങ്ങനെ ഒന്നിങ്ങനെ താഴത്തേക്കല്ലേ കറണ്ട് പാസ് ചെയ്യുന്നത്. താഴത്തേക്കാണെങ്കിൽ ഇവിടെ ആൻറ്റി ക്ലോക്ക് ആണെങ്കിൽ സാറേ ഇവിടെ ക്ലോക്ക് വൈസ് ആയിരിക്കും. അത്രേ ഉള്ളൂ. നിങ്ങൾ തന്നെ പറഞ്ഞു, നിങ്ങൾ തന്നെ ആൻസർ തന്നു. ഇത് നിങ്ങൾ പറഞ്ഞ കാര്യം കേട്ടോ ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ നോക്കി, ഇവിടെ കറണ്ട് പാസ് ചെയ്യുന്നത് എങ്ങോട്ടാണ്, താഴത്തേക്കാണ്. എങ്ങനെയാണ് ചില കുട്ടികൾ, സാറേ ഇത് എങ്ങനെയാണ് താഴത്തേക്ക് കറണ്ട് പാസ് ചെയ്ത്, ഒന്നുമില്ലടാ, ഇവിടെയാണ് പ്ലസ്, ബാറ്ററിയുടെ പോസിറ്റീവ്. അപ്പോൾ കറണ്ട് ഇങ്ങനെയാണ് താഴത്തേക്കാണ് പോകുന്നത്. താഴത്തേക്കാണെങ്കിൽ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും, ക്ലോക്ക് വൈസ്. ഇവിടെ എങ്ങനെയായിരിക്കും, ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ ഞാൻ ചെറിയൊരു ട്രിക്ക് കൂടി ഞാൻ പറയട്ടെ. ഇവിടെ കറണ്ട് പാസ് ചെയ്യുന്ന ഡൗൺ അല്ലേ, ഡൗൺ എന്ന് പറഞ്ഞാൽ സി നോർത്ത് വയ്ക്കുക. ഡൗൺ എന്താണ്, സി നോർത്ത് വയ്ക്കുക. ഡൗൺ എന്തായിരിക്കണം, സി നോർത്ത് വയ്ക്കുക. ഇവിടെ എന്താണ്, ആൻറ്റി, അപ്പ് ആൻറ്റി, അപ്പ് ആൻറ്റി, ഡൗൺ സി, ഡൗൺ സി, അപ്പ് ആൻറ്റി, ഡൗൺ സി. ശരിക്കും ഞങ്ങൾ സൈലത്തിൻ്റെ അസ്ത്ര ബാച്ചിലുണ്ട്, അതിൽ ഞങ്ങളൊരു പാട്ടന്നെ പഠിച്ചിട്ടുണ്ട്. ആൻറ്റി ആൻറ്റി ക്ലോക്കോ ക്ലോക്കോ നീഡിൽ ബിലോ ദ കണ്ടക്ടർ, അപ്പ് ആൻഡ് ഡൗൺ സി, കുത്തനെയാണ് കണ്ടക്ടർ, കറണ്ട് പാസിംഗ് ക്ലോക്ക് വൈസ് ഇൻ ടു ദ കോയിൽ കണ്ടക്ടർ, കറണ്ട് പാസിംഗ് ആൻറ്റി ക്ലോക്ക്, കോയിൽ നിന്ന് പുറത്തേക്ക്. ഇങ്ങനെ ഒരു പാട്ടൊക്കെ ഞങ്ങൾ പഠിച്ചിട്ട് ഫുൾ എക്സ്പീരിയൻസ് പഠിച്ചാണ്. അങ്ങനെ പഠിക്കാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കോളൂ, നിങ്ങൾ സിമ്പിളായിട്ട് നോർത്തേക്ക്, കറണ്ട് പാസ് ചെയ്യുന്നത് മുകളിലേക്കാണെങ്കിൽ അപ്പ് ആൻറ്റി നോർത്ത് വയ്ക്കുക, കറണ്ട് പാസ് ചെയ്യുന്നത് താഴത്തേക്കാണെങ്കിൽ ഡൗൺ സി നോർത്ത് വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഒന്ന് പഠിച്ചാൽ, ഒന്ന് മനസ്സിലാക്കിയാൽ അടുത്ത ആൻസർ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ ആക്ടിവിറ്റി, മൂന്നാമത്തെ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതുവരെ എന്ത് ചെയ്തു, ഇവിടെ സ്വിച്ച് ഓൺ ആക്കി, ഇവിടെ ബാറ്ററി ഒക്കെ കണക്ട് ചെയ്തു, ഇവിടെയും ബാറ്ററി ഒക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചിത്രത്തിന് ബേസ് ആയിട്ട് ഞാൻ ചോദിക്കുന്നു, ഇതിൻ്റെ ആൻസർ നിങ്ങൾ കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ നോക്കിക്കോളൂ, ഇവിടെ എന്താണ്, സ്വിച്ച് ഓൺ ആക്കുന്നു, കറണ്ട് പാസിന് ദിശ ഈ ചിത്രത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒന്ന് സൂം ചെയ്തുതരാം. കറണ്ട് പാസ് ചെയ്യുന്നതിന് ദിശ ക്ലോക്ക് വൈസ്. അങ്ങനെയെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ അവിടെ നോക്കി നോക്കി, എന്താണ്, ഇൻ ടു ദ കോയിൽ, കോയിലിൻ്റെ ഉള്ളിലേക്കാണ്. ഈ ഒരു കോയിലിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഇൻ ടു ദ കോയിൽ. അങ്ങനെയെങ്കിൽ ആൻസർ എന്താണ്, ഇൻ ടു ദ കോയിൽ, കോയിലിൻ്റെ ഉള്ളിലേക്ക് എന്നാണ് ആൻസർ.
മനസ്സിലായോ? ആൻസർ ഏതാ വരുന്നത്? കോയിലിന്റെ ഉള്ളിലേക്ക്, ഇൻ ടു ദ കോയിൽ എന്നാണ് ആൻസർ. എങ്ങനെ വരുന്നത്? ഇൻ ടു ദ കോയിൽ. അങ്ങനെയെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട, കറണ്ട് പാസ് ചെയ്യുന്ന ഇവിടെ പ്ലസ്, ഇവിടെ നെഗറ്റീവ്. അതുകൊണ്ടാണ് കറണ്ട് ഇങ്ങനെ പാസ് ചെയ്യുന്നത്. കറണ്ട് പാസ് ചെയ്യുന്നത് ഇൻ ടു ദ കോയിൽ, ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇൻ ടു ദ കോയിൽ. അങ്ങനെയെങ്കിൽ ഈ ചിത്രത്തിലേക്ക് നോക്കും, ഞാൻ ഇവിടെയാണ് പ്ലസ്, ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ കൊടുത്തത് ഈ സൈഡിലാണ്, ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ കൊടുത്തത് ഈ സൈഡിലാണ്. അതുകൊണ്ട് കറണ്ട് പാസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? കറണ്ട് പാസ് ചെയ്യുന്ന ഇവിടെ എങ്ങനെയാണ്? ഇങ്ങനെ വന്ന് ആന്റി ക്ലോക്ക്. എങ്ങനെ കറണ്ട് പാസ് ചെയ്യുന്നത്? ഇങ്ങനെ വന്നിട്ട് ആന്റി ക്ലോക്ക്. ഇവിടെ ഉള്ളിലേക്കാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക? ഔട്ട് ഫ്രം ദ കോയിൽ, കോയിൽ നിന്നും പുറത്തേക്കായിരിക്കും. ഇതന്നെയല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്. നോക്കൂ, ഈ ചിത്രത്തിൽ എങ്ങനെയാണോ പഠിച്ചത് അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ വരുന്നത്. അപ്പൊ തന്നിരിക്കുന്ന ചിത്രത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇവിടെ കറണ്ട് പാസ് ചെയ്യുന്ന ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇൻ ടു ദ കോയിൽ, ഇവിടെ കറണ്ട് പാസ് ചെയ്യുന്ന ആന്റി ക്ലോക്ക് ആണെങ്കിൽ ഔട്ട് ഫ്രം ദ കോയിൽ. ഇതിനാണ് ഞങ്ങൾ പാട്ടുപാടി. എന്തിന്? കറണ്ട് പാസിംഗ് ക്ലോക്ക് വൈസ് ഇൻ ടു ദ കോയിൽ കണ്ടക്ടർ, കറണ്ട് പാസിംഗ് ആന്റി ക്ലോക്ക് കോയിൽ നിന്ന് പുറത്തേക്ക്. കണ്ടല്ലേ, അങ്ങനെയൊക്കെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് പഠിക്കാത്ത കൂട്ടുകാരെന്ത് ചെയ്യുക, ഒന്ന് ഓർത്തേക്ക്, ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ആണ് അടുത്തതെന്ന് ഓർത്തേക്കുക. അപ്പൊ ഇത്രയും എക്സ്പെരിമെന്റ് ഉണ്ടല്ലോ, ഇത്രയും എക്സ്പെരിമെന്റ്, ഈ എക്സ്പെരിമെന്റ് ബേസ് ചെയ്തിട്ട് ഏത് റൂളാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. എന്താ പഠിക്കേണ്ടത്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, അല്ലെങ്കിൽ ആംബിയൻ സ്വിമ്മിംഗ് റൂളൊക്കെ ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, വലത് കൈ പെരുവിരൽ നിയമത്തെ ബേസ് ചെയ്ത് നമുക്കൊരു ചോദ്യം പഠിക്കണം. ഇങ്ങനെ ഒരു ചിത്രം തന്നു കഴിഞ്ഞാൽ ഈ ചിത്രത്തിലേക്ക് നോക്കി, ഈ തള്ളവിരൽ തമ്പ് എന്ന് പറഞ്ഞാൽ കറണ്ടിന്റെ ദിശയെ സൂചിപ്പിക്കുന്നു. ബാക്കി ഓരോ ഫിംഗർ എന്ന് പറഞ്ഞാൽ കാന്തിക മണ്ഡലത്തിന്റെ ദിശയെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ദിശയെ സൂചിപ്പിക്കുന്നു. അപ്പൊ എന്താണ്? വാട്ട് ഡസ് ദ തമ്പ് ഇൻഡിക്കേറ്റ്? തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണ്? അത് കറണ്ടിന്റെ ഡയറക്ഷൻ ഓർത്തിരിക്കുക. അങ്ങനെ വാട്ട് ഡസ് അതർ ഫിംഗർ ഇൻഡിക്കേറ്റ്? എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ്, കാന്തിക ബലരേഖ, കാന്തിക മണ്ഡലത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ റൈറ്റ് ഹാൻഡ് തമ്മിൽ ഇതുവരെ പഠിച്ച അല്ലെങ്കിൽ ഇതുവരെ പറഞ്ഞ ഓരോ ചിത്രത്തിന്റെയും അല്ലെങ്കിൽ ഓരോ ആക്ടിവിറ്റിയുടെയും ഏത് റൂളാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് ഓർത്ത് വയ്ക്കുക. അത്രേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ സിമ്പിളാണ്. ഇനി നിങ്ങൾ ആരും എന്തെങ്കിലും മറക്കില്ല. അങ്ങനെയെങ്കിൽ ഒരു ആംബിയൻ സ്വിമ്മിംഗ് റൂളും കൂടി ഞാൻ ജസ്റ്റ് ഇവിടെ പറഞ്ഞുതരാം. ടെക്സ്റ്റ് ബുക്ക് കൊടുത്ത ചിത്രമാണ്. കറണ്ട് പാസ് ചെയ്യുന്ന എയിൽ നിന്ന് ബിയിലേക്കാണ്. കറണ്ടിന്റെ ദിശയിൽ കുട്ടി നീന്തുന്നു. അപ്പോൾ ഈ കുട്ടിയുടെ ലെഫ്റ്റ് ഹാൻഡ് ഈ സൈഡിലേക്കാണ്. അപ്പോൾ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് നോർത്ത് പോളും എന്ത് ചെയ്യുന്നു? ആ ദിശയിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇതാണ് ആംപിയറുടെ നീന്തൽ നിയമം എന്നൊക്കെ ഓർത്ത് വയ്ക്കുക. അങ്ങനെയെങ്കിൽ അടുത്തൊരു പോയിന്റ്, വളരെ ഫാസ്റ്റ് ആയിട്ട് അടുത്തൊരു പോയിന്റ്, സോളിനോയിഡ്. സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇതേപോലെ ഒരു കമ്പിച്ചുരുൾ ഇങ്ങനെ ആക്കി വെക്കുക. കറണ്ട് പാസ് ചെയ്യുന്ന ഒരു കമ്പിച്ചുരുൾ, അതാണ് സോളിനോയിഡ്. കണ്ടല്ലേ? സോളിനോയിഡ് ഈസ് ഇൻസുലേറ്റഡ് കോപ്പർ വയറാണ്. ഒരു വയറാണ്, വൗണ്ടിന്റെ ഹെലിക്സ് ഷേപ്പ് ഓഫ് ഹെലിക്സ്. ഹെലിക്സ് ഷേപ്പ് എന്ന് പറഞ്ഞാൽ സർപ്പിൾ ആകൃതിയിൽ. സർപ്പിൾ ആകൃതി എന്ന് കേട്ട് പേടിക്കേണ്ട ഒന്നുമില്ല. സ്പ്രിങ് പോലെ വയ്ക്കുക. ഇതിനെ നമ്മൾ സോളിനോഡ് എന്ന് പറയാം. അപ്പോൾ ഈ സോളിനോഡ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ടേൺസ്, ചുറ്റുകളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിന്റെ അളവ് കൂടും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ പരീക്ഷയ്ക്ക് നമുക്ക് ചോദ്യം വരെ എങ്ങനെയാണ്? കറണ്ടിന്റെ ദിശ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് പോള്, ആ ഒരു സോളിനോഡിന്റെ സൗത്ത് പോളാണോ നോർത്ത് പോളാണെന്ന് കണ്ടെത്താൻ പറ്റുക. നോക്കിക്കോളും. ഈ ചിത്രത്തിലേക്ക് നോക്ക്, കറണ്ട് പാസ് ചെയ്യുന്ന ക്ലോക്ക് വൈസ് ആണ്. ഈ ചിത്രത്തിലേക്ക് നോക്കിയാൽ കറണ്ട് പാസ് ചെയ്യുന്ന ക്ലോക്ക് വൈസ് ആണ്. അങ്ങനെയെങ്കിൽ ആ എൻഡ് എന്തായി മാറി? സൗത്ത് പോളായി മാറി. ഇനി കറണ്ട് പാസ് ചെയ്യുന്ന ആന്റി ക്ലോക്ക് ആണെങ്കിൽ ആ എൻഡ് എന്തായിട്ട് മാറുന്നു? നോർത്ത് പോളായിട്ട് മാറുന്നു. ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ഇത് സിമ്പിളാണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ചോദ്യം പഠിക്കണം. ഈ ഒരു ചിത്രത്തിലേക്ക് നിങ്ങൾ നോക്കൂ മക്കൾ. ഇവിടെ നമുക്ക് ചിത്രത്തിൽ എന്ത് തന്നിട്ടുണ്ട്? കുറേ ചിത്രങ്ങൾ തന്നിട്ട് ശരിയായ ചിത്രങ്ങളോട് കണ്ടെത്താൻ പറയണം. അപ്പൊ കറണ്ട് പാസ് ചെയ്യുന്ന ക്ലോക്ക് വൈസ് ആണെങ്കിൽ സൗത്ത് പോൾ, അത്രേ ഉള്ളൂ. കറണ്ട് പാസ് ചെയ്യുന്ന ആന്റി ക്ലോക്ക് ആണെങ്കിൽ നോർത്ത് പോൾ. ഇത് നമുക്കറിയാം. അപ്പൊ നോക്കിക്കോളൂ. ഇനി കറണ്ട് എങ്ങനെയാണ് സാറേ പാസ് ചെയ്യുന്ന? ക്ലോക്ക് വൈസ് ആണ്, ആന്റി ക്ലോക്ക് വൈസ് എങ്ങനെ കണ്ടെത്താം? ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കോളൂ. എപ്പോഴും കറണ്ട് പാസ് ചെയ്യുന്ന പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ്. ഇവിടെ വലിയ ലീഡ്, ഇത് പോസിറ്റീവ്, ചെറിയ ലീഡ് നെഗറ്റീവാണ്. നെഗറ്റീവ്. അപ്പോൾ നോക്കുക, ഈ ചിത്രത്തിലേക്ക് നോക്കുക. ഇവിടെ പ്ലസ്, ഇവിടെ നെഗറ്റീവ്. ഇവിടെ പ്ലസ്, ഇവിടെ നെഗറ്റീവ്. ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ്. ഇവിടെ നെഗറ്റീവ്, ഇവിടെ പ്ലസ്. അപ്പോൾ എല്ലാ ചിത്രത്തിനും ഞാൻ അടയാളപ്പെടുത്തി. ഇനി കറണ്ട് പാസ് ചെയ്ത് നോക്കുക. ഇങ്ങനെയാണ് വരുന്നത്. ക്ലോക്ക് വൈസ് അല്ലേ? ക്ലോക്ക് വൈസ് ആകുമ്പോൾ നോർത്ത് വരുമോ? ഇല്ല, സൗത്താ വരണ്ട. അപ്പോൾ ഈ ചിത്രം തെറ്റ്. നമ്പർ 1 തെറ്റ്. രണ്ടാം ചിത്രത്തിലേക്ക് നോക്കുക. കറണ്ട് പാസ് ചെയ്യുന്ന ക്ലോക്ക് വൈസ്, അങ്ങനെയെങ്കിൽ ഇവിടെ സൗത്ത്. ആ ചിത്രം ശരിയാണ്. മൂന്നാം ചിത്രത്തിലേക്ക് നോക്കൂ. കറണ്ട് പാസ് ചെയ്യുന്നത് ഇതാണ്. കറണ്ട് പാസ് ചെയ്യുന്ന ആന്റി ക്ലോക്ക്, അപ്പോൾ ഇവിടെ നോർത്ത് പോൾ. അത് ശരിയാണ്. വെരി ഗുഡ്. അങ്ങനെയെങ്കിൽ കറണ്ട് പാസ് ചെയ്യുന്നത് എന്താണ്? ആന്റി ക്ലോക്ക്. അപ്പോൾ അവിടെ സൗത്ത് കൊടുക്കുന്നത് തെറ്റാണ്.
അപ്പം ഇങ്ങനെ ചിത്രങ്ങളൊക്കെ തന്നാൽ ഏതാണ് ശരി ഏതാണ് തെറ്റ്, ഏത് ധ്രുവമാണ് അല്ലെങ്കിൽ ഏത് ധ്രുവങ്ങളാണ് കണ്ടെത്തുക എന്നുള്ളതൊക്കെ നമുക്ക് കറണ്ടിൻ്റെ ഡയറക്ഷൻ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താൻ പറ്റും. അപ്പോൾ അത് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് വന്നു, വൈദ്യുത മോട്ടോർ, ഇലക്ട്രിക് മോട്ടോർ. ഈ ഒരു ഭാഗത്തെ ബേസ് ചെയ്തിട്ട് എപ്പോഴും നമുക്ക് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ, ഒരു 3 ചോദ്യം ഞാൻ അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കുക, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആദ്യം ഇതിനകത്ത് ഇത് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചാണ് കണ്ടെത്തുക. ലൗഡ് സ്പീക്കറും ഇലക്ട്രിക് മോട്ടോറും ലെഫ്റ്റ് ഹാൻഡ് റൂളാണെന്ന് ഓർത്ത് വയ്ക്കുക. ഒന്നുകൂടി ഞാൻ പറയട്ടെ, അതായത് ഇലക്ട്രിക് മോട്ടോറും ലൗഡ് സ്പീക്കർ ഏത് ഹാൻഡ് ഉപയോഗിക്കേണ്ടത്, ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിക്കുക. നേരത്തെ പഠിച്ച ചിത്രങ്ങളൊക്കെ ഏതാണ്, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അല്ലെങ്കിൽ ആംബിയൻ സ്വിമ്മിംഗ് റൂളൊക്കെയാണ് ഉപയോഗിക്കുന്നത്, ആദ്യം ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഇവിടെ ഒരു ഷീറ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അതിൻ്റെ താഴെ ഭാഗത്ത് നമ്മൾ റൗണ്ട് ഷേപ്പുള്ളൊരു മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്. ആ മാഗ്നറ്റിന്റെ നോർത്ത് പോളാണ് മുകളിൽ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാണ്. മുകൾ ഭാഗത്ത് നോർത്ത് ആണെങ്കിൽ ഇതിന്റെ നേരെ താഴെ ഭാഗത്ത് ഏതാവും വരിക, സൗത്ത് ആവും വരിക എന്ന് ഓർത്ത് വയ്ക്കാം. അങ്ങനെയൊക്കെ ജസ്റ്റ് ഓർത്ത് വയ്ക്കാം. ഇനി ഈ ചുവന്ന കളർ ഉണ്ടല്ലോ, ഇത് പ്ലസ് ആണ്, ഇത് പോസിറ്റീവ്. അപ്പോൾ ഈ ബ്ലൂ ഏതാണ്, നെഗറ്റീവ്. അപ്പോൾ ഒന്നുകൂടി ഓർത്ത് വയ്ക്കുക, ഇത് പ്ലസ് ആണ്, ഇത് നെഗറ്റീവ്. അപ്പോൾ കറണ്ട് പാസ് ചെയ്ത് ഇങ്ങനെ ഈ സ്വിച്ച് ഓൺ ആക്കി, അപ്പോൾ കറണ്ട് ഇങ്ങനെ വന്ന് AB എന്ന കണ്ടക്ടറിലൂടെ കറണ്ട് ഇങ്ങനെ പാസ് ചെയ്യുന്നു. അപ്പോൾ കറണ്ടിന്റെ ദിശ നമുക്ക് മനസ്സിലായി. കറണ്ടിന്റെ ദിശ എങ്ങനെയാണ്, എയിൽ നിന്ന് ബിയിലേക്ക്. ഇനി ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യം, എപ്പോഴും കുട്ടികൾക്ക് സംശയം വരുന്ന ഒരു ഏരിയയാണ്, സാറ് മുകൾ ഭാഗത്ത് നോർത്ത് അല്ലേ, അപ്പോൾ ചൂണ്ടുവരൽ, ലെഫ്റ്റ് ഹാൻഡിന്റെ ചൂണ്ടുവരൽ എങ്ങനെ പിടിക്കും? മുകളിൽ നോർത്ത് ആണെങ്കിൽ നോർത്തിൽ നിന്ന് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ വന്ന് സൗത്തിലേക്ക് വരിക ചെയ്യാം. ശ്രദ്ധിക്കണം. എന്താണ് മാഗ്നറ്റിക് ഫീൽഡ്? ഇപ്പോൾ ഒരു ബാർ മാഗ്നറ്റ് നമ്മൾ വരച്ചാൽ നോർത്ത് നിന്ന് ഇങ്ങനെ വന്ന് സൗത്തിലേക്ക് ഇങ്ങനെ വരുന്നു. അതേപോലെ റൗണ്ട് ഷേപ്പുള്ള ഒരു മാഗ്നറ്റ് എടുത്താൽ മുകളിൽ നോർത്ത് ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ഒന്ന് താഴെകൂടെ വന്ന് ഇങ്ങോട്ട് എത്തുന്നു. അപ്പോൾ ഇവിടെ മുകളിൽ നോർത്ത് ആണെങ്കിൽ ചൂണ്ടുവരൽ മുകളിലേക്ക് പിടിക്കൂ. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ചെയ്താൽ മതി. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഈ ചിത്രം നോക്കിയിട്ട് ഇതിന്റെ ആൻസർ കണ്ടെത്താൻ പറ്റും. ഇവിടെ ഈ ചൂണ്ടുവരൽ മുകളിലേക്ക് കൊടുക്കാനുള്ള കാരണം എന്താണ്? ഇവിടെ നോർത്ത് പോൾ വന്നുകൊണ്ട് ചൂണ്ടുവരൽ എന്ത് ചെയ്തു, മുകളിലേക്ക്. അപ്പൊ ചൂണ്ടുവരൽ മുകളിലേക്ക് എന്ന് പറഞ്ഞാൽ ഇത് കാന്തിക ബലരേഖകളുടെ ദിശയാണ്. നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് പിടിക്കുക. ഞാനിപ്പോൾ പിടിക്കുമ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ റൈറ്റ് ഹാൻഡ് ആയിട്ട് തോന്നും, പക്ഷെ യഥാർത്ഥത്തിൽ ഇത് എൻ്റെ ഇടത്ത് കൈയാണ്. അപ്പൊ ഇടത് കൈയുടെ ചൂണ്ടുവരൽ ഞാൻ മുകളിലേക്ക് പിടിച്ചു, മുകളിലേക്ക് പിടിച്ചു. അപ്പൊ സെന്റർ ഫിംഗർ ഇങ്ങോട്ട്, കറണ്ട് പാസ് ചെയ്യുന്ന എയിൽ നിന്ന് ബിയിലേക്ക്, ചൂണ്ടുവരൽ മുകളിലേക്ക്. അപ്പൊ തമ്പ് ഈ സൈഡിലേക്ക്, തമ്പ് കണ്ടില്ല, തള്ളവിരൽ ഈ സൈഡിലേക്ക്. അപ്പൊ ഈ ഒരു ഒറ്റ ചിത്രത്തിൽ തന്നെ ഇതിന്റെ ആൻസർ കണ്ടെത്താൻ പറ്റും. ഈ ഒരു ഒറ്റ ചിത്രത്തിൽ തന്നെ ആൻസർ കണ്ടെത്താം. അപ്പൊ നോക്കുക, ഈ ചൂണ്ടുവരൽ മുകളിലേക്ക് വെക്കാനുള്ള കാരണം എന്താ ചിന്തിക്കുക, മുകളിൽ നോർത്താണ്. അതുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ വന്നിട്ടാണ് വരുന്നത്. അതുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നു, മുകളിലേക്ക്. അപ്പൊ ചൂണ്ടുവരൽ മുകളിലേക്ക് വെച്ചു. കറണ്ട് എയിൽ നിന്ന് ബിയിലേക്ക്, ബി ഇവിടെയാണ്. അപ്പൊ കറണ്ട് പാസ് ചെയ്യുന്ന എയിൽ നിന്ന് ബിയിലേക്ക്. അപ്പൊ കറണ്ടിന്റെ ദിശ ഇങ്ങനെയാണ്, ചൂണ്ടുവരലിന്റെ ദിശ ഇങ്ങനെ. അപ്പൊ തമ്പ് ഈ സൈഡിലേക്ക്, കണ്ടില്ല, തമ്പ് ഈ സൈഡിലേക്ക്. അതുകൊണ്ട് ഇത് ഏത് ഭാഗത്തേക്ക് ഡിഫ്ലക്ട് ചെയ്യുന്നു, ക്യൂ ഡയറക്ഷൻ. നമ്മുടെ ചോദ്യം എന്താണ്, സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എന്ത് നിരീക്ഷിക്കുന്നു? കണ്ടില്ലേ, വാട്ട് യു ഒബ്സർവ് വെൻ സ്വിച്ച് ഓൺ? സ്വിച്ച് ഓൺ ചെയ്ത് എന്താ സംഭവിക്കുക? AB കണ്ടക്ടർ എന്ത് ചെയ്യുന്നു, മൂവ് അല്ലെങ്കിൽ വൈബ്രേറ്റ്, മൂവ് എന്ന് എഴുതിയേക്കാം. AB എന്നുള്ള ചാലകം എന്ത് ചെയ്യുന്നു, ചലിക്കുന്നു എന്ന് എഴുതാം. ഇനി ഏത് ദിശയിലേക്കാണ് AB എന്ന ചെമ്പുകമ്പി ചലിച്ചത്? ഏത് ദിശ, ക്യൂയിലേക്കാണോ പിയിലേക്കാണോ? ചിത്രത്തിലേക്ക് നോക്കൂ, തള്ളവിരൽ ഇങ്ങോട്ടല്ലേ. അതുകൊണ്ട് ഈ ദിശ എങ്ങോട്ടാണ്, ക്യൂ ഡയറക്ഷനിലേക്കാണ്. എങ്ങോട്ടായിരിക്കണം, ക്യൂ ഡയറക്ഷനിൽ, ക്യൂ, ടുവേർഡ്സ് ക്യൂ. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ചോദ്യം എന്താണ്, ബാറ്ററിയുടെ ധ്രുവങ്ങൾ മാറ്റി ഘടിപ്പിച്ച് പരീക്ഷണം ആവർത്തിച്ച് നോക്കൂ. അപ്പൊ ചെമ്പുകമ്പി എങ്ങോട്ട് ചലിക്കുന്നു? നേരത്തെ ക്യൂയിലേക്കായതുകൊണ്ട് അടുത്ത് എങ്ങോട്ട് ചലിക്കുന്നു, ടുവേർഡ്സ് പിയിലേക്ക് ചലിക്കുന്നു. ഇത്ര ഉള്ളതാ, നോക്കിക്കോളെ. ഇവിടെ നോർത്ത് പോൾ ആയതുകൊണ്ടാണ് ചൂണ്ടുവിരൽ മുകളിലേക്ക് വെച്ചത്. ഇനി ഇവിടെ സൗത്ത് പോൾ ആണെങ്കിൽ ചൂണ്ടുവിരൽ നിങ്ങൾ താഴത്തേക്ക് വെക്കണം. കറണ്ടിന്റെ ദിശ ഇങ്ങോട്ട് തന്നെ, പക്ഷെ തള്ളവിരൽ ഇങ്ങോട്ടും, അതായത് ക്യൂ ഡയറക്ഷനിലേക്ക് ഡിഫ്ലക്ട് ചെയ്യും. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് മനസ്സിലാക്കുക. അപ്പൊ ഈ ചിത്രത്തിൽ തന്നെ മക്കളെ ഇത് കണ്ടെത്താൻ പറ്റും. ഈ ചിത്രത്തിൽ തന്നെ ഇത് കണ്ടെത്താൻ പറ്റും. നോക്കിക്കോൾ, എന്താണ് ഇലക്ട്രിക് മോട്ടോർ എന്ന് പറഞ്ഞാൽ, കറണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഫോം ചെയ്യുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുന്നു, ആ ഒരു കറണ്ടിന്റെ ദിശയിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ഫോഴ്സ് വരുന്ന ദിശയിലേക്ക് എന്ത് ചെയ്യുന്നു, അത് ഡിഫ്ലക്ട്. അത് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, ഫാദർ മദർ ചൈൽഡ് എന്നൊക്കെ പറയും അല്ലേ. ഫാദർ എന്ന് പറഞ്ഞ ഫോഴ്സ്, എം എന്ന് പറഞ്ഞ മാഗ്നറ്റിക് ഫീൽഡ്, സി എന്ന് പറഞ്ഞാൽ കറണ്ട്, ചൈൽഡ് പറഞ്ഞ കറണ്ട്, അങ്ങനെ കോർത്ത് വയ്ക്കാം. അപ്പൊ ഇവിടെ നോക്കിക്കോളൂ, കറണ്ട് പാസ്, ഇത് പ്ലസ് ആണ്. അപ്പൊ കറണ്ട് വന്ന് ഇങ്ങോട്ട് കറണ്ട് വരുന്നു. ഇനി ശ്രദ്ധിച്ചോളി, കറണ്ടിന്റെ ദിശ ഇങ്ങോട്ട്, നോർത്ത് പോൾ മുകളിലേക്ക്. അപ്പൊ തള്ളവിരല് ക്യൂ ഡയറക്ഷൻ. ഇനി ഇവിടെ നോർത്തിന് പകരം സൗത്ത് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ
നേരത്തെ ക്യൂയിലേക്ക് ഡിഫ്ലക്ട് ചെയ്തു സാറേ, അതുകൊണ്ട് ഇനി അടുത്ത പിയിലേക്കല്ലേ, അത്രേ ഉള്ളൂ. അങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പം ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ഈ ചിത്രത്തിലേക്ക് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ചൂണ്ടുവിരൽ മുകളിൽ കൊടുക്കാൻ കാരണം ഇവിടെ നോർത്ത്. ഇനി അതല്ലെങ്കിൽ ഞങ്ങൾക്കൊരു രസകരമായിട്ടുള്ളൊരു ഐഡിയ പറഞ്ഞുതരാം. നിങ്ങൾ ജോഗ്രഫിയിലൊക്കെ നോർത്തും സൗത്തൊക്കെ അടയാളപ്പെടുത്തൂലേ, മുകളിൽ എപ്പോഴും എന്തായിരിക്കും, നോർത്ത് ആയിരിക്കും, താഴെ എന്തായിരിക്കും, സൗത്ത് ആയിരിക്കും അല്ലേ? മുകളിൽ നോർത്ത് ആണെങ്കിൽ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ നോർത്ത് ആണെങ്കിൽ ചൂണ്ടുവിരൽ മുകളിലേക്ക് പിടിക്കുക. നിങ്ങൾ നോക്കുന്ന സൗത്ത്, ഇവിടെ സൗത്ത് ആണെങ്കിൽ ചൂണ്ടുവിരൽ എന്ത് ചെയ്യുക, നേരെ കുത്തൻ അതിലേക്ക് സൗത്തിലേക്ക് പിടിക്കുക. അങ്ങനെ ജസ്റ്റ് ഒന്ന് വെറുതെ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇതാണ്. അപ്പോൾ ആ ചോദ്യത്തിന് ബേസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഇതുവരെ പോലെ വരാം. അപ്പോൾ ആരും തെറ്റിക്കരുത്. അങ്ങനെയെങ്കിൽ ഇലക്ട്രിക് മോട്ടോറിൽ നമുക്ക് എന്താണ്, ഇവിടെ ഒരു മോട്ടോറിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ ബേസ് ചെയ്തിട്ട് എന്ത്, ഇതിൻ്റെ ചിത്രങ്ങൾ ബേസ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ഇതിൻ്റെ പ്രധാന ഭാഗങ്ങളൊക്കെ എഴുതാൻ പറയും. അപ്പോൾ ഇതൊരു നോർത്ത് പോൾ സൗത്ത് പോളാണ്. ഇവിടെ ABCD എന്നുള്ളൊരു ആർമേച്ചർ എന്നൊക്കെ പറയും. ഇനി ഇവിടെ B1 B2 എന്നുള്ള ബ്രഷുകളാണ്. അതേപോലെ R1 R2 എന്നുള്ള റിങ്ങുകളാണ്. ഓർത്തേക്ക് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ പ്രധാന ഭാഗം NS എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് പോളാണ്. PQ, ഇതാണ് PQ, അത് ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആണ്. ഈ ആർമേച്ചർ എന്ത് ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു. ചിലപ്പോൾ ഇങ്ങനെ ഒരു ചിത്രവും വരാം. രണ്ടും ഒന്ന് തന്നെയാണ്. ഫീൽഡ് മാഗ്നറ്റ്, ആർമേച്ചർ, സ്പ്ലിറ്റ് റിങ്, B1 B2 ബ്രഷ്. അപ്പോൾ അതിൻ്റെ പ്രധാന ഭാഗങ്ങളൊക്കെ ഓർത്ത് വയ്ക്കാം. ഇനി ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ആരോമാർക്ക് ഇതാ ഇങ്ങനെ കൊടുത്തു കണ്ടോ നിങ്ങൾ. എടാ ഒന്ന് ശ്രദ്ധിച്ച്, ഈ ABCD എന്നുള്ള ആർമേച്ചർ ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, ആൻറ്റി ക്ലോക്കിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇവിടെ ആർമേച്ചർ എങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്, ആൻറ്റി ക്ലോക്കാണ്. അപ്പോൾ എങ്ങനെയാണ് അത് ആൻറ്റി ക്ലോക്കിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നത് ഞാൻ ഈ ഒരു ചിത്രത്തിൽ പറഞ്ഞുതരാം. രണ്ട് ഫീൽഡ് മാഗ്നറ്റ്. ഇനി ഞാൻ എന്ത് ചെയ്യാം, ABCD എന്നുള്ള പേര് കൊടുത്തു, ABCD എന്നുള്ള പേര് കൊടുത്തു. അപ്പോൾ കറണ്ട് ഇങ്ങനെയാണ് പോകുന്നത് വിചാരിക്കുക. കറണ്ട് പാസ് ചെയ്യുന്നത് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ കറണ്ട് CD എന്നുള്ള ഭാഗത്ത് കറണ്ട് പാസ് ചെയ്യുന്നത് ഇങ്ങനെ. അപ്പോൾ ഞങ്ങൾക്ക് സിമ്പിളായിട്ടൊരു ഐഡിയ പറഞ്ഞുതരാം. ഇവിടെ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ടുണ്ട്, കറണ്ട് പാസ് ചെയ്യുന്നത് സെൻറ്റർ ഫിംഗർ ഇങ്ങോട്ട്, അപ്പോൾ കറണ്ടിൻ്റെ ദിശ ഇങ്ങോട്ട്. ഇനി മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ട്, അതുകൊണ്ട് ചൂണ്ടുവിരൽ ഇങ്ങോട്ട്, തള്ളവിരൽ മുകളിലേക്ക്. അപ്പോൾ CD എന്നുള്ള ഭാഗം മുകളിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യുന്നു. CD എന്നുള്ള ഭാഗം മുകളിലേക്ക് വരുമ്പോൾ AB എന്നുള്ള ഭാഗം താഴത്തേക്ക്. അതായത് ഇത് എങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക, ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താൻ പറ്റുമെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, കണ്ടെത്താൻ പറ്റുന്നു. ഇനി ഏറ്റവും ലാസ്റ്റ് പോയിന്റ് ലൗഡ് സ്പീക്കറാണ്. ഈ ലൗഡ് സ്പീക്കറിന് മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കർ, ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ, അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ പേപ്പർ ഡയഫ്രം അല്ലെങ്കിൽ പേപ്പർ കോൺ, വോയിസ് കോയിൽ വരുന്നുണ്ട്, ഫീൽഡ് മാഗ്നറ്റ്. ഇനി ടെക്സ്റ്റ് ബുക്കിലേക്കുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ABCD എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. വോയിസ് കോയിലാണ്, ഇതാണ് വോയിസ് കോയിൽ. B പേപ്പർ ഡയഫ്രം ആണ് അല്ലെങ്കിൽ പേപ്പർ കോൺ എന്ന് പറയും. C ഫീൽഡ് മാഗ്നറ്റ് ആണ്, ഇതിങ്ങനെ ഒരു ഫീൽഡ് മാഗ്നറ്റ് ആണ്. ഇനി D എന്ന് പറഞ്ഞാൽ കണക്റ്റിംഗ് വയർ, ഇതൊരു D കണക്റ്റിംഗ് വയറാണ്. E എന്ന് പറഞ്ഞാൽ ഇതിനൊരു സോഫ്റ്റ് അയൺ ഒരു ഷീൽഡ് ഉണ്ടാവും, പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഷീൽഡ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് എപ്പോഴും വരുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. ആദ്യത്തെ ചോദ്യം, ഈ ഉപകരണത്തിന്റെ പ്രധാന ഭാഗങ്ങളേവാ? ഈ ഉപകരണത്തിന്റെ പ്രധാന ഭാഗം എന്ന് പറഞ്ഞാൽ വോയിസ് കോയിൽ, ഡയഫ്രം, മാഗ്നറ്റിക് ഫീൽഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഇവിടെ കൊടുത്തുള്ള പ്രധാന ഭാഗങ്ങൾ. രണ്ടാമത്തെ, എവിടെയാണ് വോയിസ് കോയിൽ സ്ഥിതി ചെയ്യുന്നത്? എന്താണ്, വേർ ഈസ് ദ വോയിസ് കോയിൽ സിറ്റുവേറ്റഡ്? വോയിസ് കോയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വോയിസ് കോയിൽ എവിടെ സ്ഥിതി ചെയ്യുന്നത്? പ്ലേസ്ഡ് ഇൻ ദി മാഗ്നറ്റിക് ഫീൽഡ്, കാന്തിക മണ്ഡലത്തിന്റെ ഉള്ളിലാണ് അല്ലെ? കാന്തിക മണ്ഡലത്തിന്റെ ഉള്ളിലാണ് വോയിസ് കോയിൽ. ഇതാണ് വോയിസ് കോയിൽ, ഇത് ഈ മാഗ്നറ്റിന്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. ഇതാണ് വോയിസ് കോയിൽ, അത് ഈ മാഗ്നറ്റിന്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിലാണ്, പ്ലേസ്ഡ് ഇൻ ദി മാഗ്നറ്റിക് ഫീൽഡ്, കാന്തിക മണ്ഡലത്തിനുള്ളിൽ നോർത്ത് വയ്ക്കാം. രണ്ടാമത്തെ ചോദ്യം, വോയിസ് കോയിൽ ഓഡിയോ സിഗ്നലുകൾ അല്ലെങ്കിൽ വൈദ്യുത സിഗ്നലുകൾ എത്തുന്നത് എവിടെ നിന്നാണ്? അത് ആംപ്ലിഫയറിൽ നിന്നാണ്. എന്താ പറയുക, ആംപ്ലിഫയറിൽ നിന്നാണ് വോയിസ് കോയിൽ എത്തുക. അതായത് ഒന്നുമല്ല, സിമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങളെ മൈക്കയിലോട് സംസാരിക്കുമ്പോൾ ഇവിടെ ഒരു ബോക്സ് ഉണ്ടാവും, പച്ചയും ചുവപ്പ് നീല ലൈറ്റൊക്കെ. എന്നിട്ട് ഇവിടെ നിന്നാണ് ഒരു സ്പീക്കറിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഹലോ ഹലോ എന്ന് പറയുമ്പോൾ അതിനകത്ത് ആംപ്ലിഫയറിൽ സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. എക്കോ പോലെ ഹലോ 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 എക്കോ പോലൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെ നമ്മൾ ആംപ്ലിഫയറിൽ നിന്നാണ് വോയിസ് എങ്ങോട്ട് കറണ്ട് എത്തുന്നത്, ഈ ഒരു ഓഡിയോ സിഗ്നൽ. അപ്പോൾ ഫ്രം വേർ ഡു ദ ഓഡിയോ സിഗ്നൽ റീച്ച് ദ വോയിസ് കോയിലേക്ക് കറണ്ട് എത്തുന്നത് അല്ലെങ്കിൽ ഓഡിയോ സിഗ്നൽ എത്തുന്നത് എവിടെ നിന്നാണ്? ആംപ്ലിഫയറിൽ നിന്ന്, അല്ലെങ്കിൽ കണക്റ്റിംഗ് വയർ എന്നൊക്കെ പറയാം. ഇനി മൂന്നാമത്തെ ചോദ്യം, ഏത് ഭാഗവുമായി ഡയഫ്രം ബന്ധിപ്പിച്ചിരിക്കുന്നത്? ടു വിച്ച് പാർട്ട് ഈസ് ദ ഡയഫ്രം കണക്റ്റഡ്? ഡയഫ്രം കണക്ട് ചെയ്യുന്ന ഏതുമായിട്ടാണ്? ഡയഫ്രം കണക്ട് ചെയ്ത് വോയിസ് കോയിലുമായിട്ടാണ് കണക്ട് ചെയ്തത്. ഡയഫ്രം ഏതുമായിട്ടാണ് കണക്ട് ചെയ്തത്? ഈ ഡയഫ്രം ഇങ്ങനെ പോകുന്നത്, ഈ ഡയഫ്രം വോയിസ് കോയിൽ നിന്നാണ് ഡയഫ്രം പോകുന്നത്. അപ്പോൾ വോയിസ് കോയിലുമായിട്ടാണ് ഡയഫ്രം കണക്ട് ചെയ്തത്. ഇനി അതേപോലെ വാട്ട് ഹാപ്പൻസ് വെൻ ഓഡിയോ സിഗ്നൽ പാസ് ത്രൂ ദ വോയിസ് കോയിൽ? വോയിസ് കോയിലിന് കറണ്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക?
അത് വൈബ്രേറ്റ് ചെയ്യുന്നു, വിഭ്രംശിക്കുന്നു, ചലിക്കുന്നു, കമ്പനം ചെയ്യുന്നു ഓർത്തിരിക്കുക. അങ്ങനെ വാട്ട് ഹാപ്പൻസ് ദ ഡയഫ്രം എന്ത് ചെയ്യുന്നു? വൈബ്രേറ്റ് ചെയ്യുന്നു, കമ്പനം ചെയ്യുന്നു ഓർത്തിരിക്കുക. അങ്ങനെ വാട്ട് ഈസ് ദ എനർജി കൺവേർഷൻ ടേക്ക് പ്ലേസ് ഇൻ ഡിവൈസ്? ഇതിലെന്താണ്? ഇലക്ട്രിക്കൽ എനർജി എന്തായി മാറുന്നു? സൗണ്ട് എനർജി ആയിട്ട് മാറുന്നു. ഒരു ലൗഡ് സ്പീക്കറിൽ എപ്പോഴും എന്താ ചെയ്യുന്നത്? മൈക്കയിൽ എപ്പോഴും എന്ത് ചെയ്യുന്നു? സൗണ്ട് എനർജി ഇലക്ട്രിക് എനർജി ആയിട്ട് മാറും. ആ ഇലക്ട്രിക് എനർജി നേരെ ആംപ്ലിഫയറിലെത്തും, ആംപ്ലിഫയർ നേരെ ലൗഡ് സ്പീക്കറിലേക്ക് എത്തും. അപ്പോൾ ലൗഡ് സ്പീക്കറിൽ ഊർജ്ജമാറ്റം എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇലക്ട്രിക് സിഗ്നൽ എന്ത് ചെയ്യുന്നു? സൗണ്ട് എനർജി ആയിട്ട് മാറുന്നു. അപ്പോൾ ഇതിന് ബേസ് ചെയ്ത് ഇങ്ങനത്തെ ഒരു ചോദ്യം നമുക്ക് വന്നേക്കാം. ഈ ചോദ്യത്തിൻ്റെ ആൻസർ എന്ത് ചെയ്യുക? നിങ്ങൾ കണ്ടെത്തണം. എന്താണ്? വൈബ്രേറ്റ്. റൈറ്റ് ദ കറക്റ്റ് ഓർഡർ. ദ വോയിസ് കോയിൽ വൈബ്രേറ്റ്. വോയിസ് കോയിൽ കമ്പനം ചെയ്യുന്നു, ശബ്ദം പുറത്തു വരുന്നു. അതിൻ്റെ ഫലമായി ഡയഫ്രം കമ്പനം ചെയ്യുന്നു, വൈദ്യുത സിഗ്നൽ വോയിസ് കോയിലിലേക്ക് എത്തുന്നു. അപ്പോൾ ആദ്യം അതല്ല വരണ്ടേ? വൈദ്യുത സിഗ്നൽ എന്ത് ചെയ്യും? വോയിസ് കോയിലിലേക്ക് എത്തും. അങ്ങനെ വോയിസ് കോയിൽ കമ്പനം ചെയ്യും, അതിൻ്റെ ഫലമായി ഡയഫ്രം കമ്പനം ചെയ്യും, പിന്നീട് എന്ത് ചെയ്യുന്നു? ശബ്ദം പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് മക്കളെ, ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു? എല്ലാ ഭാഗത്തുള്ള ഓരോ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മളിത് ചെയ്ത്. തീർച്ചയായിട്ടും ഈ ഓരോ ചോദ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി ഈ ചാപ്റ്ററിനെ കംപ്ലീറ്റ് കാണാപ്പാടായി മാറും. അതുകൊണ്ട് വരാനിരിക്കുന്ന പരീക്ഷ നിങ്ങൾക്ക് അടിപൊളിയായി മാറട്ടെ. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് ഏതെങ്കിലും ഏരിയ കൂടുതൽ ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ താഴെ കമൻറ്റ് ബോക്സിനകത്ത് രേഖപ്പെടുത്തും. ഞാൻ അതൊക്കെ ഒരു വീഡിയോ ആക്കി മാറ്റാം. വരാനിരിക്കുന്ന ക്രിസ്മസ് എക്സാം നമ്മൾ എന്ത് ചെയ്യണം? തൂക്കണം, അടിപൊളിയാക്കണം. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അടുത്ത കണ്ടന്റ് വീഡിയോ ആയിട്ട് ഇനിയും വരാം. അപ്പോൾ ഇതെന്ത് ചെയ്യാം? മാക്സിമം ഷെയർ ചെയ്യുക, നല്ല നല്ല കമൻസ് താഴ്ത്തിട്ട്. ഓക്കേടാ, ബൈ.